സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇത്രയും കുറച്ച് കാലമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാർ പറയുകയുണ്ടായി, എന്തുകൊണ്ട് വീഡിയോ മലയാളത്തിലായിക്കൂടാ എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെയാണ് വീഡിയോ തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സുഹൃത്തുക്കളുടെ ആ ഒരു അഭ്യർത്ഥന മാനിച്ച് ഞാൻ മലയാളത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ചു പേർക്ക് എന്നെ അറിയാം, കുറച്ചു പേർക്ക് ഇപ്പോഴും ഞാൻ ആരാണെന്ന് അറിയത്തില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്, അല്ലേ? എനിക്കും കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്കും ചെറിയ ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെ എനിക്കും എൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കാണും. ഓരോരുത്തരുടെ ജീവിതത്തിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാന കാരണം ചിലപ്പോഴൊക്കെ ആ ഒരു ആഗ്രഹത്തിൻ്റെ അടുത്തെത്തുമ്പോഴായിരിക്കും നമ്മൾ തളർന്നു പോകുന്നത്. പിന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു മനഃശക്തി ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മളെ ആ സമയത്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ ആരും കാണത്തില്ല. കാരണം ആരും നമ്മളുടെ ആ ഒരു പരിശ്രമം അറിയുന്നുണ്ടായിരിക്കത്തില്ല. ഇന്ന് ഞാനൊരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മൾ സയന്റിസ്റ്റ് എന്ന് പൊതുവെ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തോമസ് എഡിസൺ എന്നാണ്. അതെ, തോമസ് എഡിസൺ. നിങ്ങൾക്കറിയാം, തോമസ് എഡിസനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ബൾബാണ്, അല്ലേ? പ്രകാശം ഭൂമിയിൽ ഉണ്ടെങ്കിലും ചില നേരങ്ങളിൽ അത് നമ്മളിൽ നിന്നും മാഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ബൾബ്, അല്ലെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. എഡിസന്റെ ജീവിതകഥ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം പഠിക്കാൻ അത്ര പ്രഗത്ഭനായ ഒരു വ്യക്തിയൊന്നുമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചു നാളിലെ ആ ഒരു കാലഘട്ടം എടുത്തു നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അദ്ദേഹം വളരെ വീക്കായിരുന്നു പഠിക്കാൻ. ടീച്ചർ സ്ഥിരം അദ്ദേഹത്തിന്റെ പാരന്റ്സിനെ വിളിച്ച് പറയുമായിരുന്നു, എന്തിനാണ് ഈ കുട്ടിയെ പഠിക്കാൻ വിടുന്നത്? ഇവനെ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമാവുന്നത് നമ്മളുടെ വിലപ്പെട്ട സമയങ്ങളാണെന്ന്. കാരണം അത്രയ്ക്ക് മോശമായിരുന്നു അദ്ദേഹം പഠിക്കാൻ. വീട്ടുകാർ പലപ്പോഴും പല രീതിയിൽ അവൻ്റെ അടുത്ത് സംസാരിച്ചു, അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കി. പക്ഷെ ഒന്നും വിജയം കൊണ്ടില്ല. പക്ഷേ കാലം തെളിയിച്ചു തോമസ് എഡിസൺ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഓർക്കുന്നതെന്ന്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഒരിക്കൽ ഒരു വസ്തുവിന്റെ ഇൻവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിന് ഒരു മോശപ്പെട്ട ഒരു ദാരുണ അന്ത്യമുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഇൻവെൻഷൻസുകൾ എല്ലാം മതിയാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഒരിക്കലും അതിനെപ്പറ്റി ചോദിക്കരുത് എന്ന്. കാരണം മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോയി അദ്ദേഹം. പക്ഷേ വീണ്ടും കാലം അദ്ദേഹത്തിനെ കൊണ്ട് ഓരോരോ ഇൻവെൻഷൻസുകൾ ചെയ്യിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വരികളുണ്ട്, ഞാൻ ഇന്ന് ഈ ഒരു വിജയത്തിൽ നിൽക്കുന്നത് 1000 തവണ തോറ്റിട്ടാണ്. അതായത് ഒരു തവണ തോറ്റപ്പോൾ മിക്കവരും നമ്മളെപ്പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കുള്ള ഒരുപാട് പേര് പിന്മാറാറുണ്ട്. ചിലവർ 2 തവണ, ചിലവർ 3 തവണ. 1000 തവണ ഫെയിലിയേഴ്സ് ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് തോമസ് എഡിസൺ. പക്ഷേ ആ 1000 ഫെയിലിയേഴ്സിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ സക്സസ്. ബൾബിന്റെ ഇൻവെൻഷൻ എല്ലാം അതിന് വലിയൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ മികവ് ബൾബിൽ മാത്രം ഒതുങ്ങിയില്ല. മാസ് കമ്മ്യൂണിക്കേഷൻ, സൗണ്ട് റെക്കോർഡിംഗ്, അങ്ങനെ ഒരുപാട് ഡെസിമീറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്കിന്ന് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെ ജീവിതത്തിലും, അതിപ്പോൾ
വലിയ വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ആളായാലും ശരി തന്നെ, ഒരുപാട് നമ്മളുടെ മനസ്സിൽ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിലും ശരി തന്നെ, എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ മാത്രമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. അതിൽ നിന്നൊക്കെ കരകയറാൻ ഈ ഒരുപാട് വ്യക്തികൾ ചെയ്ത ഒരു കാര്യമുണ്ട്. പ്രശ്നങ്ങളെ അല്ല നമ്മൾ തോൽപ്പിക്കേണ്ടത്, നമ്മളെ ഉള്ളിലുള്ള ഭയത്തെയാണ്. ആ ഭയം എന്ന് മാറുമോ അന്ന് പ്രശ്നങ്ങളും മാറും. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തോന്നാത്തത് ഒന്ന് ആ കാര്യം അറിഞ്ഞൂടാ എന്നുള്ളൊരു തോന്നൽ മനസ്സിലുള്ളതുകൊണ്ടാണ്. ഒരിക്കൽ ശ്രമിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു കാര്യം എന്തുമാത്രം എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതിനെ ഒരു കാര്യവുമില്ലാതെ പേടിച്ചത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ വലിയൊരാളായാലും ശരി തന്നെ, ചെറിയ ഒരാളായാലും ശരി തന്നെ. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ആരുടെയും സഹായം വേണമെന്നില്ല. കുറച്ചു നേരം നിങ്ങൾ മനസ്സിരുത്തി ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ആലോചിച്ചെടുക്കുക. തീർച്ചയായിട്ടും ആ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ തോമസ് എഡിസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഞാൻ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇന്ന് വലിയൊരു വ്യക്തിയായത് അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ അയാളുടെ തെറ്റുകൾ എന്തുമാത്രം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുകയും അതെല്ലാം തിരുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ എത്ര വട്ടം തോറ്റിട്ടും അയാൾ പിന്മാറില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഒരു പ്രശ്നം കാണുമ്പോൾ അല്ലെങ്കിൽ രണ്ട് പ്രശ്നം കാണുമ്പോൾ ജീവിതത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുക. വീണ്ടും അത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അതിജീവിച്ച് ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മനഃശക്തി കിട്ടും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല നല്ല കഥകൾ, നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നേരിടാം പ്രശ്നങ്ങളെ. എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും എൻ്റെ മനസ്സ് ഓപ്പൺ ആയിരിക്കും. ശരി കൂട്ടുകാരെ, അപ്പോൾ